റിജിൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് അശ്വഗന്ധ അല്ലെങ്കിൽ അമുക്കുരു. അശ്വഗന്ധ ചൂർണം എന്നൊക്കെ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. നമ്മുടെ പൊതുവേ പുരുഷന്മാരിൽ വരുന്ന ലൈംഗിക പ്രശ്നങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് അശ്വഗന്ധ ചൂർണം. അപ്പം ഇത് അതിൽ കൂടുതൽ അതിനെന്തെങ്കിലും പ്രോപ്പർട്ടി ഉണ്ടോ, അതുപോലെ എത്ര ഡോസ് വരെ കഴിക്കാം, ഇത് എങ്ങനെയൊക്കെയാണ് കഴിക്കേണ്ടത്, അത്തരം കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പം എന്താണ് ഇതിന് അശ്വഗന്ധ എന്ന് പറഞ്ഞ് പേര് വരാൻ കാരണം? നമ്മുടെ അമുക്കുരുവിൻ്റെ വേര് ഹോസോ സ്മെൽ, അതിന് കുതിരയുടെ ഒരു സ്മെല്ലുണ്ട്, അതുകൊണ്ടാണ് ഇതിന് അശ്വഗന്ധ എന്ന പേര് വരാൻ കാരണം. അപ്പോൾ ഇനി അശ്വഗന്ധ ചൂർണത്തിന് എന്തൊക്കെ ഗുണങ്ങളാണുള്ളതെന്ന് നോക്കാം. ഇത് നമ്മുടെ ആങ്സൈറ്റിയെ കുറയ്ക്കും, അതുപോലെ തന്നെ ഉറക്കക്കുറവുള്ളവർക്ക് നല്ലതാണ്, ബുദ്ധിശക്തി വർദ്ധിപ്പിക്കും, പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കും, അതുപോലെ ബലക്ഷയമുള്ള ആളുകൾക്ക് നല്ലതാണ്, നമ്മുടെ ആർത്തവ വിരാമങ്ങളിലൊക്കെ വരുന്ന എല്ലുകൾക്ക് ബലക്കുറവ്, ഇതിനൊക്കെ നല്ലതാണ്. ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണിനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് അതിനെ ഇൻക്രീസ് ചെയ്യാനും, അതുപോലെ തന്നെ സ്പേം കൗണ്ട് കൂട്ടാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിനെ കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഗുണങ്ങൾ ഇപ്പം തന്നെ ഞാൻ പറഞ്ഞു അല്ലേ. അപ്പം നമുക്ക് പുരുഷന്മാരിലുള്ള ലൈംഗിക പ്രശ്നങ്ങൾക്കും സ്പേം കൗണ്ട് കുറയുന്ന പ്രശ്നങ്ങൾക്കും ഇൻഫെർട്ടിലിറ്റി കേസിലൊക്കെ നമ്മളിത് എങ്ങനെയാണ് കൊടുക്കുന്നത് നോക്കാം. ഒരു ദിവസം നമുക്ക് 250 മില്ലിഗ്രാം മുതൽ 500 മില്ലിഗ്രാം വരെ നമുക്ക് ഉപയോഗിക്കാം. അതായത് 1 ടീസ്പൂൺ അശ്വഗന്ധ ചൂർണം പാലിൽ, ഇളം ചൂട് പാലിൽ മിക്സ് ചെയ്തതിന് ശേഷം രാവിലെയും വൈകുന്നേരവുമായിട്ട് കൊടുക്കാറുണ്ട്. നമ്മുടെ സ്പേം കൗണ്ട് കുറയുന്ന ആളുകൾക്ക്, അതുപോലെ തന്നെ ലൈംഗികപരമായിട്ടുള്ള പ്രശ്നമുള്ള ആളുകൾക്കൊക്കെ കൊടുക്കാറുണ്ട്. അതുപോലെ സ്ത്രീകളിൽ ആർത്തവ വിരാമങ്ങളിൽ വരുന്ന ഈ ബലക്കുറവിന് അല്ലെങ്കിൽ എല്ലുകൾക്ക് വരുന്ന ബലക്കുറവിന് ഒക്കെ നമ്മൾ ഈ അശ്വഗന്ധ ചൂർണം തേനോട് കൂടി ചേർത്ത് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കാനും, സ്ത്രീകൾക്ക് വരുന്ന അയവുകൾക്ക്, അതായത് മസിലുകൾക്കൊക്കെ അയവുകൾ വരുന്ന അവസ്ഥകളിലും ഒക്കെ നമ്മളിത് തേനും ചേർത്ത് കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ അകാരണമായി വരുന്ന തളർച്ച, ക്ഷീണം, ബലക്ഷയം, ഇത്തരം കണ്ടീഷൻസിൽ നമ്മൾ ഈ അശ്വഗന്ധ ചൂർണം തേനും ചേർത്ത് കൊടുക്കാറുണ്ട്. ആർത്തവ വിരാമ കാലഘട്ടത്തിൽ നമുക്ക് വരുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾക്ക് ഈ അശ്വഗന്ധ ചൂർണം നല്ലൊരു പരിഹാരമാണ്. അതേപോലെ തന്നെ ചില ഇൻഫെർട്ടിലിറ്റി കേസിൽ, അതായത് ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ കൂട്ടാനും സ്പേം കൗണ്ട് വർദ്ധിക്കാനൊക്കെ നായ്ക്കുരുണ പൊടിയോടൊപ്പം അശ്വഗന്ധ ചൂർണവും ചേർത്ത് പാലിൽ കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെയാണ് ചില കണ്ടീഷൻസിൽ ഇത് കൊടുക്കാൻ പാടില്ല, പ്രത്യേകിച്ചും പ്രഗ്നൻസി സ്റ്റേജിൽ, ബ്രസ്റ്റ് ഫീഡിങ് കണ്ടീഷനിൽ, അതുപോലെ ലിവറിന് എന്തെങ്കിലും അസുഖമുള്ള ആളുകൾക്ക്, തൈറോയിഡും ഡിസോർഡർ ഉള്ള ആളുകൾക്ക്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ഉള്ള ആളുകൾക്ക്, പ്രോസ്ട്രേറ്റ് ക്യാൻസർ ഉള്ള ആളുകൾക്ക്, അതുപോലത്തെ അത്തരം ആളുകൾക്കൊക്കെ ഇത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. ചില ആളുകൾക്ക് കുറഞ്ഞ സൈഡ് എഫക്റ്റുകൾ കാണാറുണ്ട്. മെയിനായിട്ട് നമുക്ക് വയറിന് എന്തെങ്കിലും ഡിസ്കംഫേർട്ട്, വോമിറ്റിങ്, അതുപോലെ തന്നെ ക്ഷീണം, തലകറക്കം, ഇത്തരം കണ്ടീഷൻസൊക്കെ ചില ആളുകളിൽ കാണാറുണ്ട്. വളരെ അപൂർവമായിട്ടുള്ള ആളുകളിൽ മാത്രം കേട്ടോ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ മെമ്മറി പവർ കൂട്ടാനും, അതായത് നമ്മുടെ ആങ്സൈറ്റി കുറയ്ക്കാനും, അത് പ്രത്യേകിച്ച് സ്ട്രെസ് ഹോർമോണൊക്കെ കുറയ്ക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, നല്ല ഉറക്കം കിട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ അശ്വഗന്ധ ചൂർണം. അപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടോ ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്ത കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ റിപ്ലൈ തരും. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് മുന്നോട്ടും ആവശ്യമാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.